വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ഫിഷറി നാനോ എന്ന് പറയുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ്. അതായത് ഈ രോഗം വന്നവർക്ക് ഇതിന് വലിയ പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ല, അല്ലാത്തവർക്കാണ് കുറച്ചുകൂടിയൊക്കെ ഒരു പരിചയപ്പെടുത്തലുകൾ ആവശ്യമുള്ളത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഫിഷർ നാനോ എന്ന് പറയുന്നത് ആനസിന് ചുറ്റും അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുമുണ്ടാകുന്ന ഒരു വിള്ളൽ. ആ ഒരു വിള്ളൽ മല പോയതിന് ശേഷമൊക്കെ അത് ഭയങ്കര ശക്തമായൊരു വേദനയിലേക്ക്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയൊരു വേദന ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഈ രോഗം വന്നവർക്കറിയാം അത് ഫിഷറിൻ്റെ വേദനയാണ് എന്നുള്ളത്. അത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം, ഒരു വിള്ളൽ പോലെ മലദ്വാരം വിള്ളുന്നതാണ്. അപ്പോൾ അവിടെ അത് മലയൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിലേക്ക് നേരിട്ട് കോണ്ടാക്റ്റ് വന്നു അതൊരു ഭയങ്കര പെയിൻഫുൾ ഒരു അനുഭവത്തിലേക്ക് നീങ്ങുന്നുണ്ട്. അപ്പോൾ അത് 2-3 സ്റ്റേജുകളുണ്ട്. അക്യൂട്ട് സ്റ്റേജ് ആൻഡ് ക്രോണിക് സ്റ്റേജ് എന്നൊക്കെ ഒന്ന് പറയാം. അതായത് ആദ്യത്തെ ഒരു 6 ആഴ്ചകളിലൊക്കെ ഉള്ളതിന് അക്യൂട്ടും അല്ലെങ്കിൽ പിന്നീടുള്ളതിന് ക്രോണിക് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്രഷ് ബ്ലഡ് മലം പോയി കഴിയുമ്പോൾ നല്ല ഫ്രഷ് ചോരയൊക്കെ നമുക്ക് അതിൽ മലത്തിൽ കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അതിനേക്കാൾ ഉപരി എപ്പോഴും വേദന തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ ഒരുപാട് രോഗികളെ ചികിത്സിച്ചൊരു അനുഭവത്തിൽ, ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഈ ഒരു ഫിഷർ നാനോയിൽ അല്ലെങ്കിൽ ഫിഷർ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഒരു അവസ്ഥയിൽ പലപ്പോഴും ഈ മുറിവ് കാരണം തന്നെ അതിന് ചുറ്റും വലിയൊരു നീര് വെച്ചിട്ട് ഉള്ളൊരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നീര് കുറച്ചാലാണ് ഈ വേദനയ്ക്കൊരു ശമനം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പൊതുവേ നീര് പറ്റുന്ന മരുന്നുകൾ ആ ഫിഷറിന് മീതെ അപ്ലൈ ചെയ്യുന്നതിലൂടെ തന്നെ ആ ഒരു നീര് പെട്ടെന്ന് കുറയുന്നതാണ്. അപ്പോൾ നീര് കുറയുമ്പോൾ തന്നെ വീണ്ടും വയറ്റിന്ന് പോകാൻ അല്ലെങ്കിൽ ഉള്ളൊരു എളുപ്പമുണ്ടാവും നമുക്ക്. അല്ലെങ്കിൽ നീര് കാരണം തന്നെ മലശോധന കൃത്യമായിട്ട് നമുക്ക് ലഭിക്കില്ല. അത് തന്നെ മലശോധന കിട്ടാതെ വരുമ്പോൾ അത് ഇരട്ടി വേദനയിലേക്ക് നീങ്ങുന്നു. അപ്പോൾ ഈ ഒരു നീര് കുറയ്ക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ആദ്യത്തെ ലൈൻ ഓഫ് അപ്രോച്ച് നമ്മൾ ചെയ്യേണ്ടത്. നീര് കുറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ഫിഷർ ഉണക്കാനായിട്ടുള്ള മരുന്നുകൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫിഷർ ഒരാൾക്ക് വരുന്നത് നമുക്ക് ചിന്തിക്കാം. എൻ്റെ ഒരു അനുഭവത്തിൽ ഇതിന് 2 കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഉദരമാണ് എല്ലാ രോഗത്തിൻ്റെയും അടിസ്ഥാനം നമ്മൾ പറയും ആയുർവേദത്തിൽ. അതുപോലെ തന്നെ കുറേ പേരിലെങ്കിലും കണ്ടിട്ടുള്ളത് ഈ പ്രോപ്പറായിട്ട് ഭക്ഷണം ദഹിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് മലശോധന കുറയും. അതായത് അവർക്കുള്ള പ്രത്യേകതയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് വീർക്കുക, ഗ്യാസ് വരിക, അതൊക്കെ മലശോധന അല്ലെങ്കിൽ ദഹനശക്തി കുറവുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത്തരത്തിലുള്ളവരിലാണ് മലം കട്ടിപിടിക്കുന്നു, മലം വയറ്റുന്നു പോകാൻ പ്രഷർ കൊടുക്കേണ്ടി വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു വിള്ളൽ പോലെ ഫിഷർ ഉണ്ടാകുന്നു. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ കാണുന്ന ഒരു കാരണങ്ങളാണ്. മറ്റേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത്, രോഗികളെന്ന് പറയുന്നത്, അവർക്ക് ഭയങ്കരമായ അസിഡിറ്റിയാണ്. എപ്പോഴും ഉദ്ഗാരം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ ശരീരം ഭയങ്കര ചൂടായിരിക്കും, അലർജി ഉണ്ടായിരിക്കും. ഇത്തരക്കാർക്ക് ഇപ്പോൾ നമുക്കറിയാം കവളത്ത് ചുണ്ട് വരഞ്ഞു പൊട്ടുന്നത്, ഇതുപോലൊക്കെ തന്നെ ഈ മലദ്വാരത്തിൻ്റെ അവിടെ വരഞ്ഞു പൊട്ടുന്നത് പോലെ ഒരവസ്ഥ അവർക്ക് വളരെ പെട്ടെന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്നും അത് അല്ലെങ്കിൽ അത് തുന്നിക്കെട്ടിക്കൊണ്ടൊന്നും വലിയ കാര്യമില്ല. ബിക്കോസ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വയറാണ്. വയറിൻ്റെ ഉള്ളിൽ അസിഡിറ്റി കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരീരം തന്നെ അത് ഹീൽ ചെയ്തോളും. ശരീരത്തിൽ എവിടെ മുറിവുണ്ടായാലും ശരീരം തന്നെയാണ് അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു ഡോക്ടർ മരുന്ന് കൊണ്ട് മാറ്റുന്നതിനേക്കാൾ ഇരട്ടി ശക്തിയാണ് ശരീരത്തിന്. നമ്മളൊക്കെ ചെയ്യുന്നത് അതിനൊന്നൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് നമ്മൾ അസിഡിറ്റി കൊണ്ടാണ് ഫിഷർ ഉണ്ടായതെങ്കിൽ അസിഡിറ്റിക്കെതിരെയുള്ള മരുന്നുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഫിഷർ ഉണങ്ങാനുള്ള ചില തുള്ളി മരുന്നുകളുണ്ട്, അത് അപ്ലൈ ചെയ്യുന്നു. ആദ്യത്തെ ഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ഓയിലുകൾ അപ്ലൈ ചെയ്യാൻ പാടില്ല. നീര് പറ്റുന്ന മരുന്നുകൾ കൊണ്ട് നീര് കുറയ്ക്കുന്നു. നീര് കുറച്ചതിന് ശേഷം ഫിഷർ യോജിക്കാനുള്ള തൈലങ്ങൾ അപ്ലൈ ചെയ്യുന്നു. അതോടുകൂടി മാറുന്നു. അതുപോലെ തന്നെ ഭക്ഷണത്തിലാണ് ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധ. രോഗം മാറ്റം വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് ഒരു 3-4 ദിവസമൊക്കെ കിട്ടിയാൽ മതി. ഈ അക്യൂട്ട് പെയിൻ ആണെങ്കിൽ പോലും ഒരു ദിവസം കൊണ്ട് നമുക്ക് ആ വേദന നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബിക്കോസ് ആ നീർക്കെട്ട് കൊണ്ടാണ് അത് അതികഠിനമായ വേദന. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മലം പോകുന്ന ഒരു സമയത്ത് മാത്രമാണ് വേദന ഉണ്ടാകുന്നത്. അപ്പോൾ അതികഠിനമായ വേദന നമുക്ക് ഒരു ദിവസം കൊണ്ട് കുറയ്ക്കാനുള്ള മരുന്നുകൾ ഇന്ന് ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ വേദന കുറയ്ക്കാനും രോഗം മാറ്റാനും വളരെ എളുപ്പമാണ്. വലിയ പേടിക്കാനൊന്നുമില്ല ഫിഷർ എന്ന് പറയുന്ന ഒരു അവസ്ഥ. പക്ഷേ ഭക്ഷണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി മനസ്സിലാക്കിക്കൊണ്ട് ഭക്ഷണം ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ദഹനശക്തിയെ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള മരുന്നുകളിലൂടെയും ഭക്ഷണത്തെ ലഘൂകരിക്കുന്നതിലൂടെയും നമുക്ക് ഈ ഒരു രോഗത്തെ അതിജീവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ള വ്യക്തികളാണെങ്കിൽ അസിഡിറ്റിയെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അതായത് ഒരുപാട് ചായ കുടിക്കുക അല്ലെങ്കിൽ കോഫി കുടിക്കുക, ഇങ്ങനെയുള്ള രീതികൾ, അല്ലെങ്കിൽ അച്ചാർ, പപ്പടം പോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. നാരങ്ങ വെള്ളം ഒഴിവാക്കുക, നാരങ്ങ, മുസമ്പി പോലെയുള്ള സിട്രിക് ഫ്രൂട്ടുകൾ ഒഴിവാക്കുക.
പൈനാപ്പിൾ, ഗ്രേപ്പ് അല്ലെങ്കിൽ തൈര് പോലെയുള്ള സാധനങ്ങളെല്ലാം ശരീരത്തിലെ അമ്ലത്വത്തെ അല്ലെങ്കിൽ പുളിപ്പിനെ വർദ്ധിക്കുന്നതാണ്. ശരീരത്തിൽ പുളി കൂടിയാൽ അപ്പോൾ മലദ്വാരത്തിൽ വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണം ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഫിഷർ എന്ന് പറയുന്ന രോഗത്തെ അതിജീവിക്കാവുന്നതാണ്. ഒരുപാട് പേരുടെ വലിയൊരു നിരാശയാണ് ഫിഷർ എന്ന് പറയുന്ന രോഗം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ മരുന്നിലൂടെയും ഭക്ഷണത്തിലൂടെയും മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് ഫിഷർ എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക്